മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലുമായിട്ടുള്ള സംഘർഷം തുടരുന്നതിനിടെ പാകിസ്ഥാന്റെ മുന്നറിയിപ്പുമായിട്ടാണ് ഇറാൻ വരുന്നത്. പാകിസ്ഥാന്റെ പേര് പരാമർശിക്കാതെയാണ് ഇറാൻ ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അസീം മുനീറിന്റെ വൈറ്റ് ഹൌസ് സന്ദർശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ മൂന്നാം കക്ഷി ഇടപെട്ടാൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതായിട്ടാണ് ന്യൂഡൽഹിയിലെ ഇറാൻ എംബസിയിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ജാവേദ് ഹൊസൈനി വെള്ളിയാഴ്ച വ്യക്തമാക്കിയത്. മൂന്നാമത് കക്ഷി യുദ്ധത്തിൽ പ്രവേശിച്ചാൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു എന്നതായിരുന്നു ഹൊസൈനിയുടെ വ്യക്തമാക്കൽ. പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീർ അടുത്തിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അങ്ങനെ നടത്തിയിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഇറാൻ നിരീക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഇത്തരം ഒരു പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയോടുള്ള നിരാശ തള്ളിക്കളയുമ്പോൾ തന്നെ കൂടുതൽ ധാരണയും സഹകരണവും ടെഹ്റാൻ പ്രതീക്ഷിക്കുന്നുവെന്നും ഈ ഒരു സന്ദർഭത്തിൽ ഹൊസൈനി വ്യക്തമാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ചില പാശ്ചാത്യ കേന്ദ്രങ്ങൾ പക്ഷപാതം കാണിക്കുന്നുണ്ടെന്നും ഹൊസൈൻ ആരോപിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയായ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ഇസ്രയേലിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്നും G7 ഇസ്രയേലിനെ പിന്തുണ തുടരുന്നുണ്ട് എന്നും NPTയിൽ ഒപ്പുവച്ച ഇറാൻ നിരുപാധികം കീഴടങ്ങില്ലെന്നും ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ആണവ നിർവ്യാപന കരാറിൽ അതായത് NPTയിൽ ഒപ്പുവച്ചവരാണ്, പക്ഷേ IAEA ഇസ്രയേലിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നു. G7 ഇപ്പോഴും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന. നിരുപാധികമായ കീഴടങ്ങൽ ഇല്ല എന്നും അത് ഉറപ്പാണെന്നും അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ആഴ്ചയിൽ ആദ്യം സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ട്രംപ് സോഷ്യൽ മീഡിയയിൽ ഉപാധികളില്ലാത്ത കീഴടങ്ങൽ എന്ന പോസ്റ്റാണ് പങ്കുവച്ചിരുന്നത്. അതേസമയം ഇസ്രായേൽ ഇറാൻ പ്രതിസന്ധിയിൽ കുടുങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളൊക്കെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധുവിനുള്ള തങ്ങളുടെ പിന്തുണ തുടരുമെന്നാണ് ഇറാൻ എംബസി ഈ ഒരു സന്ദർഭത്തിൽ ആവർത്തിച്ച് അറിയിക്കുന്നത്. അതേസമയം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ആക്രമണങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പല കോണിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. ഇറാൻ നടത്തിയിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ തെക്കൻ ഇസ്രായേലിൽ ഏറ്റവും വലിയ ആശുപത്രിയായിട്ടുള്ള ബീർ ബെഷയിലെ സൊറോക മെഡിക്കൽ സെന്റർ അടക്കം തകർന്നു എന്നാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തുവന്ന റിപ്പോർട്ട്. ഇസ്രായേലിന്റെ സൈനിക ഇന്റലിജൻസ് വിഭാഗം പ്രവർത്തിക്കുന്നത് ആശുപത്രിയുടെ സമീപത്താണെന്ന് അവകാശപ്പെട്ടുകൊണ്ടായിരുന്നു ഇങ്ങനെ ഇറാൻ ഒരു ആക്രമണം നടത്തിയതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പിന്നാലെ ആക്രമണത്തിന് ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നിരുന്നു. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെ ഇറാനിൽ ആരും സുരക്ഷിതരല്ല എന്നാണ് നെതന്യാഹുവിന്റെ ഭീഷണിയുണ്ടായിരുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളെ മുച്ചൂടും മുടിക്കുമെന്നും നെതന്യാഹു ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ഇറാന്റെ അരാക്കിലുള്ള ഖൻഡാബ് ആണവ നിലയത്തിന്റെ ഘനജല റിയാക്ടർ തകർന്നു വീണു എന്നാണ് ഇതിനുശേഷം പുറത്തുവന്ന റിപ്പോർട്ട്. അവരുടെ ഏറ്റവും വലിയ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമായിട്ടുള്ള നെതാൻസിന് നേരെയും ഒരു ആക്രമണം ഉണ്ടായതായിട്ടാണ് വ്യക്തമാകുന്നത്. ആക്രമണങ്ങളിൽ നെതാൻസിന് കാര്യമായ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല എന്ന് UN ആണവോർജ ഏജൻസി ഇതിനുശേഷം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു. ഇതിനിടെ ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതികൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകി എന്ന തരത്തിലും ഇറാന് ആണവ പദ്ധതി ഉപേക്ഷിക്കാനുള്ള അവസരം എന്ന നിലയ്ക്കാണ് അന്തിമ തീരുമാനം വൈകിപ്പിക്കുന്നതെന്നും US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും യുദ്ധം കനക്കുന്നു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത്.